بسم الله الرحمن الرحيم. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1743 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്ത് ജാസിയയിലെ 21-22 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 21-22 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ ഏകദേശം ഈ ആയത്തിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള ഭാഗത്ത് പൊതുവായി പ്രതിപാദിക്കപ്പെട്ടിരുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെ പരാമർശിക്കുന്ന, അത് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളും ചരിത്ര പിൻബലവും ഒക്കെയാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം ബോധ്യപ്പെടുത്തുക എന്നൊരു കാര്യം, അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടും ആ കാര്യം വ്യക്തമാക്കുക എന്നതാണ് ഇതുവരെ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാനം വരെ മുഖ്യമായി കേന്ദ്ര പ്രതിപാദ്യ വിഷയമായിട്ട് ഉണ്ടായിരുന്നു. ആ ഭാഗത്തിന്റെ അവസാനത്തിലാണ് നമ്മൾ ഹാദാ ബസാഇറു ലിന്നാസ്, ജനങ്ങൾക്ക് കൃത്യമായ കൂർമ്മതയുള്ള കാര്യങ്ങളെ വ്യക്തതയോടുകൂടി ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന, അവരെ കണ്ണു തുറപ്പിക്കുന്ന പ്രതിഭാസങ്ങളാണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടവയൊക്കെയും എന്നാണ് പറയുകയുണ്ടായത്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതില് മാർഗദർശനവും ദൈവിക കാരുണ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നതാണ് നാം കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് മക്കയിലെ സത്യനിഷേധവും ബഹുദൈവത്വ നിലപാടുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുടെ അവര് പിന്തുടർന്നു വരുന്ന അവരുടെ ജീവിത രീതിയും സമീപനവും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ രണ്ടു കൂട്ടരും രണ്ട് വ്യത്യസ്തമായ സരണികളിലാണ്. അത് രണ്ടും ഒരുപോലെ ആവുകയില്ല. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ, നന്മയും തിന്മയും പോലെ വളരെ വിഭിന്നങ്ങളായ രണ്ട് സരണികളാണ്. രണ്ട് ദിശകളിലാണ് അവരുടെ സഞ്ചാരം. ഈ രണ്ടു കൂട്ടരും ഒരുപോലെയുള്ള പരിണതിയെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ഈ കൂട്ടർ സങ്കല്പിക്കുന്നത് എങ്കിൽ അവര് വലിയ അബദ്ധമാണ് കൊണ്ടു നടക്കുന്നത്.
അവരുടെ നിലപാടും വിശ്വാസവും ഒക്കെ ആയിട്ട് അവര് കൂടെ കൊണ്ട് നടക്കുന്നത് ഈ തീർത്തും അടിസ്ഥാനരഹിതമായ അബദ്ധജടിലമായ ഈ ധാരണയാണ്. ഈ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ ഊന്നലോടുകൂടി അള്ളാഹു പറയുന്നത്. അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത്. ഈ ജിതറഹ എന്ന് പറഞ്ഞാൽ, ഇജ്തിറാഹ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിന് അറബി ഭാഷയിൽ സമാനമായുള്ള പദങ്ങൾ ഇക്സാബ്, അതുപോലെ അമല്, ഇർത്തിക്കാബ് എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ കമ്മിറ്റ് ചെയ്യുക എന്ന് പറയും, കമ്മിറ്റിംഗ് എ സിൻ എന്ന് പറയും. അപ്പോ ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം, അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത്. തിന്മകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ കരുതുന്നുണ്ടോ അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകളെ പോലെ നാം ഇവരെയും പരിഗണിക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെയും കുഫാറുകളുടെയും ഒക്കെ അലസമായ നിലപാടിൽ നിന്ന്, അവരുടെ നിസ്സംഗമായ നിലപാടിൽ നിന്ന് വെളിപ്പെട്ടിരുന്ന ഒരു കാര്യം അവർക്ക് ഇങ്ങനെ ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. സുഹൃതവാനായിട്ട് ജീവിച്ചു മരിച്ചു പോകുന്ന ഒരാളും അതുപോലെ ദുഷ്ടനും ദുർവൃത്തനുമായിട്ട് ജീവിച്ചു മരിച്ചു പോകുന്ന ഒരാളും മരണശേഷം പറയത്തക്ക വ്യത്യാസമൊന്നുമുള്ള അവസ്ഥയിലല്ല ഉണ്ടാവുക എന്നതാണ് അവരുടെ ധാരണ. മരണശേഷം ഒന്നുമില്ല എന്ന് സങ്കല്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിണതി സുഹൃതം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ഉണ്ടാകണം എന്നൊരു ന്യായം ഉൾക്കൊള്ളാത്ത ആളുകളാണ്. സുഹൃതം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ഒരു പരിണതിയോ ഒരിക്കലും ആവുകയില്ല കുറ്റവാളികളുടേത്, തിന്മയിൽ വ്യാപൃതരായ ആളുകളുടേത് എന്ന് സങ്കല്പിക്കുന്ന ആളുകളായിരുന്നില്ല അവർ. മരണശേഷം യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്തവരും അതുപോലെ ദുഷ്കൃത്യങ്ങളിൽ വ്യാപൃതരായവരും ഒക്കെ ഒരുപോലെയാണ് മരണശേഷം ഉണ്ടാവുക എന്നതാണ് അത്തരം നിലപാടുകാരുടെ സങ്കല്പം. ഇങ്ങനെ അവര് സങ്കല്പിക്കുന്നുവോ എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ രണ്ടു കൂട്ടരുടെയും പരിണതി ഒരുപോലെയാവുകയില്ല എന്നതാണ് വളരെ വ്യക്തതയോടുകൂടി വെളിപ്പെടുത്തപ്പെടുന്ന കാര്യം. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ദിവ്യത്വത്തിന്, അള്ളാഹുവിന്റെ ഔന്നത്യത്തിന്, അള്ളാഹുവിന്റെ നീതിബോധത്തിന് യോജിച്ചതല്ല ഈ രണ്ടു കൂട്ടരും ഒരുപോലെയുള്ള പരിണതി ഏറ്റുവാങ്ങുക എന്ന കാര്യം. ഇവിടെ നമ്മൾ വ്യക്തമായും കാണുന്നത് പിന്നിട്ട ആയത്തുകളില് തൗഹീദിനെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് വിശദമാക്കപ്പെട്ടതെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ മരണാനന്തരം ഉള്ള ജീവിതത്തെക്കുറിച്ച്, പാരത്രിക ജീവിതത്തെക്കുറിച്ചാണ്, അതിന്റെ നൈതികത, അതിന്റെ ബുദ്ധിപരത, അതിന്റെ യുക്തിപരത തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പിന്നിട്ട ആയത്തുകളിൽ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ടും ചരിത്ര വസ്തുതകളെ പിൻബലമാക്കിക്കൊണ്ടും ഒക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെ വിശദമാക്കുകയായിരുന്നുവെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പാരത്രിക ജീവിതം എന്നത്, ആഖിറത്ത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് അതിന്റെ യുക്തിപരവും ബുദ്ധിപരവുമായ അടിത്തറകളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വിശദമാക്കി തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ഒരു തുടക്കം എന്ന നിലക്കാണ് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത്. തിന്മയിൽ വ്യാപൃതരാകുന്ന ആളുകൾ കരുതുന്നുവോ, അവർക്ക് ഇങ്ങനെ ഒരു വിചാരമുണ്ടോ? അല്ലദീന ജിതറഹു സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ സയ്യിആത്തുകൾ കമ്മിറ്റ് ചെയ്ത ആളുകൾ.
സത്യനിഷേധം തന്നെ ഏറ്റവും വലിയ സയ്യിഅത്താണ്, തിന്മയാണ്. അതിനെ തുടർന്ന് അവര് ജീവിത മൂല്യങ്ങളോ സദാചാര ബോധമോ ഒന്നും കാത്തു സൂക്ഷിക്കാത്ത ആളുകളായിട്ടാണ് ജീവിതം ഉണ്ടാവുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മേലെ ആകാശം താഴെ ഭൂമി എന്നതേ ഉള്ളൂ. രണ്ട് അതിരുകളുണ്ട് എന്നതല്ലാതെ അവര് പാലിക്കപ്പെടേണ്ടതായ യാതൊരു നിയമ വ്യവസ്ഥയും സംവിധാനങ്ങളും ഒന്നുമില്ല. ലംഘിക്കപ്പെട്ടുകൂടാത്ത ഒരു സദാചാര മൂല്യവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹസനാത്ത് എന്നോ സയ്യിആത്ത് എന്നോ കാര്യങ്ങൾ വേർതിരിക്കുന്ന ഒരു മാനദണ്ഡമില്ല. അവരുടെ മനസ്സിൽ തോന്നുന്ന എന്തും അവർ ചെയ്യുന്നു, അവർക്ക് സാധിക്കുന്നത് എന്തും ചെയ്യുന്നു എന്നതല്ലാതെ എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ എന്നത് തീരുമാനിക്കുന്ന യാതൊരു മാനദണ്ഡവും അവരെ സംബന്ധിച്ചിടത്തോളം പാലിക്കപ്പെടാനായിട്ടില്ല. അതുകൊണ്ട് അവരുടെ ജീവിതം തോന്നിയ വിധത്തിലാണ്. അവർക്ക് എങ്ങനെ തോന്നുന്നുവോ അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ തോന്നിയ വിധത്തിൽ ചെയ്തും കണ്ടും പറഞ്ഞും ഒക്കെ ജീവിക്കുന്ന ആളുകൾ, അവര് ചെയ്തു കൂട്ടിയ സയ്യിആത്തുകളൊക്കെ ഇരിക്കെ തന്നെ അവരുടെ ജീവിത പരിണിതിയും നന്മയിൽ വ്യാപൃതരായി, സത്യവിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നന്മയിൽ വ്യാപൃതരായി ജീവിച്ച ആളുകളുടെ ജീവിത പരിണതിയും ഒരുപോലെയാകുമെന്നാണോ ഈ കൂട്ടർ കരുതുന്നത് എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവായ റബ്ബുണ്ടെങ്കിൽ, അവൻ നീതിബോധമുള്ളവനാണെങ്കിൽ, നീതിമാനാണെങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു തുല്യത ഈ രണ്ടു കൂട്ടർക്കും ഇടയിൽ അവൻ അനുവദിക്കുകയില്ല എന്നതാണ് യുക്തി തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന, നമ്മളെ ബുദ്ധിപരമായ അന്വേഷണം തന്നെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. കാരണം മനുഷ്യ ജീവിതത്തിലും പ്രാപഞ്ചിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു നീതിയുടെ തേട്ടം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ വലിയ അനീതികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിച്ചു പോകുന്നവരുണ്ട്. വലിയ അക്രമങ്ങൾ ചെയ്തുകൊണ്ട് അനീതി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ആളുകളും ഉണ്ട്. അപ്പോ ഈ ആളുകളൊക്കെ തന്നെ നീതി സ്ഥാപിക്കപ്പെടാത്ത വിധത്തിൽ അവരുടെ ജീവിതം വൈൻഡപ്പ് ചെയ്ത് അവസാനിപ്പിച്ചു പോവുകയാണ്. ഇനിയൊരിക്കലും ആ അധ്യായങ്ങളൊന്നും തുറക്കപ്പെടുന്നതല്ല, ആ കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനം ഉണ്ടാവുന്നതല്ല എന്നാണോ ഇവര് സങ്കല്പിക്കുന്നത് എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത്ത്, സയ്യിആത്തുകളിൽ വ്യാപൃതരായ ആളുകൾ കരുതുന്നുവോ അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ പോലെ നാം അവരെ ആക്കുമെന്ന് അവർ കരുതുകയാണ്. ഒരിക്കലും തന്നെ മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഇത്. രണ്ടു കൂട്ടർക്കും ഒരേ പരിണിതിയാകും എന്നത്. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാവുന്ന ആളുകളുടെ മനസ്സ് അംഗീകരിക്കുകയില്ല. മരണശേഷം നീതി പുലരുന്ന ഒരു നാള് വരാനുണ്ട്, കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്, ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പരിണിതി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാള് വരാനുണ്ട് എന്ന കാര്യം അവരുടെ മനസ്സ് അംഗീകരിക്കുകയില്ല. എന്നാൽ നീതി നിഷേധത്തിനോ അക്രമത്തിനോ ഇരയായ ഏതൊരാളുടെയും മനസ്സ് വെമ്പൽ കാണിക്കുന്നത് നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു നാള് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഉണ്ടാകണം എന്നാണ്. ഇതാണ് വസ്തുത. അപ്പൊ ഈ ഒരു സംഗതിയെ മുൻനിർത്തിക്കൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യന്റെ കർമ്മഫലത്തെ തീരുമാനിക്കപ്പെടുന്ന ഒരു നാളിനെ കുറിച്ചുള്ള, ഒരു സാധ്യതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് പാരത്രിക ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത്തി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഒരിക്കലും തന്നെ ഇവര് ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതല്ല, നാം അവരെ ഒരുപോലെ ആക്കുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ നൽകപ്പെടുന്ന സന്ദേശം.
അപ്പൊ അവർ ഒരുപോലെ പരിഗണിക്കപ്പെടുമെന്നാണോ കരുതുന്നത് എന്ന ചോദ്യരൂപത്തിലാണ് ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇജ്തറഹ എന്ന് പറഞ്ഞാൽ ഒരു അരുതാത്തൊരു കാര്യം ചെയ്യുന്നതിനാണ് അറബി ഭാഷയിൽ ആ പദം ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ കമ്മിറ്റ് എന്നുള്ള ഒരു പദമാണ് അതിന്. കമ്മിറ്റിംഗ് എ സിൻ, കമ്മിറ്റിംഗ് എ ക്രൈം എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അപ്പോ അവരെ നജാലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന ആളുകളുടെ പോലെയുള്ള ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് നാം നൽകുക എന്നാണോ ഇവർ സങ്കല്പിക്കുന്നത് എന്നതാണ് ചോദ്യം. എന്നിട്ട് ആ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, സവാഅൻ മഹിയാഹും വ മമാത്തും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാകുമെന്നാണോ അവരുടെ സങ്കല്പം? ആ ഹസിബ എന്നതുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു പ്രയോഗമാണ് സവാഅൻ മഹിയാഹും വ മമാത്തും. അവരുടെ മഹിയ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം, വ മമാത്ത് അവരുടെ മരണം, അത് രണ്ടും ഒരുപോലെ ആകുമെന്നാണോ അവർ സങ്കല്പിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികളായി ജീവിച്ച ആളുകളും അതുപോലെ സുഹൃതവാന്മാരായി ജീവിച്ച ആളുകളും, ഈ രണ്ടു കൂട്ടരുടെയും ജീവൽ മരണ അനുഭവങ്ങൾ ഒരുപോലെ ആകുമെന്നാണോ ഇവരുടെ സങ്കല്പനം? ഇതാണ് ചോദ്യം. അപ്പോ ഈ ഐഹിക ലോകത്ത് ഈ ആളുകൾ, രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നിരീക്ഷണത്തിലുണ്ട്. അപ്പൊ ഈ ദുനിയാവിലെ ഭൗതിക ലോകത്ത് അവരുടെ മഹിയ, അവരുടെ ജീവിതം, അതുപോലെ അവരുടെ മരണവും മരണശേഷമുള്ള കാര്യങ്ങളും, ഇത് രണ്ടും രണ്ടു കൂട്ടരുടേതും ഒരുപോലെയാകുമെന്നാണോ ഇവരുടെ ആലോചന? അങ്ങനെയാണോ ഇവർ കരുതുന്നത്? ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല ഈ രണ്ടു കൂട്ടരുടെയും ജീവൽ മരണ അനുഭവങ്ങൾ ഒരുപോലെയാകും എന്ന ഒരു കാര്യം. ഒരിക്കലും അങ്ങനെ ഒരുപോലെ ആവുകയില്ല. അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് ചേർന്ന് പോകുന്ന, അതിനോട് യോജിക്കുന്ന ഒരു കാര്യവുമല്ല അത്. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. സവാഅൻ മഹിയാഹും വ മമാത്തും, ഈ രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും അത് സവാ ആകും, ഒരുപോലെയാകും എന്നാണോ ഇവര് സങ്കല്പിക്കുന്നത്? യഹ്കുമൂൻ, എത്ര അബദ്ധജടിലമായ വിധി പറച്ചിലാണ് ഇവരുടേത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഹക്കമ എന്ന് പറഞ്ഞ വിധി പറഞ്ഞു എന്നാണ്. യഹ്കുമു അതിന്റെ പ്രസന്റ് ടെൻസ് ഫോമാണ്, മുദാരിയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ഒരു നിരീക്ഷണം നടത്തുകയാണ് അവരുടെ ഈ സങ്കല്പനത്തെ കുറിച്ച്. അവര് വിധി കൽപ്പിക്കുന്നത് എത്ര അബദ്ധജടിലമായ വിധത്തിലാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ഒരാളും സുഹൃതം ചെയ്ത് ജീവിച്ച ഒരാളും ഏറ്റുവാങ്ങുന്ന ജീവിതമായാലും മരണമായാലും അത് ഒരേപോലെയാണ്. അള്ളാഹു അവരെ ഒരുപോലെ പരിഗണിക്കും എന്നാണ് ഈ ആളുകൾ സങ്കല്പിക്കുന്നതെങ്കിൽ അത് തീർത്തും അടിസ്ഥാനരഹിതവും അബദ്ധജടിലവുമായ അവരുടെ ജഡ്ജ്മെന്റ് ആണ്, അവരുടെ വിധി പ്രസ്താവിക്കലാണ്. ഇതാണ് അള്ളാഹു കൂടെ പറയുന്നത്. എത്ര വൃത്തികെട്ട, എത്ര ബുദ്ധിരഹിതമായ, ബുദ്ധിശൂന്യമായ, അബദ്ധജടിലമായ ഒരു വിധി തീർപ്പാണ് ഇവർ ഈ കാര്യത്തിൽ നടത്തുന്നത് എന്നാണ് അള്ളാഹുവിടെ ഒരു നിരീക്ഷണം എന്ന നിലക്ക് പറയുന്നത്. ഇതാണ് ഇവരുടെ സംസാരമെങ്കിൽ ഇവരെന്തൊരു വിഡ്ഢികളാണ്. ഇതാണ് ഇവരുടെ മനസ്സിലാക്കലെങ്കിൽ ഇവരെന്തൊരു അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അള്ളാഹുവിടെ ഒരു നിരീക്ഷണം എന്ന നിലക്ക് അവരെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന അവരുടെ ഈ സങ്കല്പം ഒരിക്കലും തന്നെ യാഥാർത്ഥ്യമാവുകയില്ല എന്നതിനുള്ള ഒരു തെളിവാണ് തുടർന്ന് അള്ളാഹു നൽകുന്നത്. ഇവരിങ്ങനെ സങ്കല്പിക്കുന്നു, അള്ളാഹു ആണെങ്കിലോ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യ അധിഷ്ഠിതമായിട്ടാണ്, കളിതമാശയായിട്ടല്ല.
ആകാശങ്ങളെയും ഭൂമിയെയും ഗൗരവത്തില് ഉദ്ദേശ്യപൂർവം സത്യസന്ധതയോടെ യാഥാർത്ഥ്യാടിസ്ഥാനത്തില് ആണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി അതിനോടൊന്ന് ചേർത്ത് മനസ്സിലാക്കി നോക്കൂ. അപ്പോ ഇവർ എന്തൊരു വലിയ മടയന്മാരാണ് ഇങ്ങനെ സങ്കല്പിക്കാൻ. ഇതാണ് അള്ളാഹു പറയുന്ന കാര്യം. അള്ളാഹു ആണെങ്കിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യ അടിസ്ഥാനത്തിലാണ്. യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ വളരെ ഗൗരവതരമായ ലക്ഷ്യങ്ങളോടുകൂടിയ തന്നെയാണ് അള്ളാഹു ആകാശഭൂമികൾ അടങ്ങിയ ഈ പ്രപഞ്ച സാകല്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ജീവിതത്തെ കളിതമാശയായിട്ട് അള്ളാഹു കാണുമെന്നാണോ ഇവർ സങ്കല്പിക്കുന്നത്? ഇവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഇവരുടെ കർമ്മ സാധ്യതകള് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ആകാശഭൂമികളെയും ഈ പ്രപഞ്ച സാകല്യത്തെയൊക്കെ സൃഷ്ടിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ജീവിതത്തെ അള്ളാഹു നിസാരമായി കണ്ടുകൊണ്ട് രണ്ടു കൂട്ടരും എന്നാ ഒരുപോലെ അങ്ങ് നടന്നോളെ എന്ന് പറയും എന്നാണോ ഇവർ കരുതുന്നത്? ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്ത് ഒരുക്കി വെച്ച് ഇങ്ങനെ ഒരു അവസരം അവർക്ക് നൽകിയിട്ട് അള്ളാഹു രണ്ടു കൂട്ടരുടെയും ജീവിതം ഒരുപോലെയാണ് എന്ന നിലക്ക് കാണുമെന്നാണോ ഇവര് സങ്കല്പിക്കുന്നത്? അള്ളാഹു ആണെങ്കിൽ ആകാശഭൂമികളെ യാഥാർത്ഥ്യ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ച് ഒരുക്കി സംവിധാനിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കി നോക്കൂ. എന്നാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണത്? ആകാശഭൂമികളെയും മനുഷ്യ ജീവിതത്തെയും ഒക്കെ അവൻ സംവിധാനിച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ടല്ലോ. അത് സ്വദേശപരമാണ്, ലക്ഷ്യമടങ്ങിയതാണ്, ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത് എന്തിനു വേണ്ടിയാണ്? വലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്. ഓരോ വ്യക്തിക്കും അവരുടെ കർമ്മഫലം നൽകുന്നതിന് വേണ്ടിയാണ്, അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ വിധത്തിൽ ഇതിനെ സുഭദ്രമായി യുക്തിഭദ്രമായ വിധത്തിൽ രൂപകൽപ്പന ചെയ്ത് സംവിധാനിച്ചിട്ടുള്ളത്. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടണം. അതിന് അതിൻ്റെതായ അനന്തരഫലവും ഉണ്ടാകും. അതിനു വേണ്ടിയാണ് വലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്. ഓരോ നഫ്സിനും, ഓരോ വ്യക്തിക്കും, പലപ്പോഴും ആത്മാവ് എന്നൊക്കെയാണ് അതിന് ആളുകൾ പറയുക. അർത്ഥം ആത്മാവ് എന്നല്ല, ഇവിടെ വ്യക്തി എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഓരോ വ്യക്തിക്കും, ആണായാലും പെണ്ണായാലും, ഓരോ വ്യക്തിക്കും ബിമാ കസബത്ത്, ആ നഫ്സ് ചെയ്യുന്നതിന് പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയാണ്. തുജ്സ എന്ന് പറഞ്ഞാൽ ജസാ നൽകപ്പെടുന്നതിന് വേണ്ടിയാണ്. ആർക്കാണ്? ലികുല്ലി നഫ്സിൻ, ഓരോ ആത്മാവിനും എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അങ്ങനെയല്ല, അത് ഓരോ വ്യക്തിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തിക്കും. നഫ്സ് എന്ന പദം അറബി ഭാഷയിൽ സ്ത്രീലിംഗമാണ്, മുഅന്നസാണ്. അതുകൊണ്ടാണ് ബിമാ കസബത്ത് എന്ന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കസബ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഓരോ വ്യക്തിയും ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരുക്കിയിട്ടുള്ള. വഹും ലാ യുളലമൂൻ, അവരിൽ ഒരാൾ പോലും ഒരു നീതി നിഷേധത്തിനും ഇരയാവുകയില്ല എന്നാണ് അള്ളാഹു തുറന്നു പറയുന്നത്. ഒരു അക്രമത്തിനും അവര് വിധേയരാക്കപ്പെടുകയില്ല. അപ്പോ പാരത്രിക ലോകത്ത് മരണാനന്തരം സുഹൃതവാന്മാരും ദുഷ്കൃത്യങ്ങൾ ചെയ്ത ആളുകളും കുറ്റവാളികളും ഒക്കെ ഒരുപോലെയാണ് പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മരണത്തോടെ എല്ലാവരുടെയും കാര്യം അവസാനിക്കുകയാണ് എങ്കിൽ, എല്ലാം തീർന്നു എന്നതാണ് വരുന്നതെങ്കിൽ, ഒട്ടേറെ ആളുകളോട് അള്ളാഹു ദുൽമ ചെയ്ത അവസ്ഥയാകുന്നത്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സഹനം അവലംബിച്ച് ജീവിച്ച കോടിക്കണക്കിന് മനുഷ്യരിവിടെ ഉണ്ട്. വളരെ പാവങ്ങളായ ആളുകളെ, ദുർബലരായ ആളുകളെ, ആശ്രയമില്ലാതെ ജീവിച്ചിരുന്ന പലരെയും അങ്ങേയറ്റത്തെ ദ്രോഹത്തിനിരയാക്കിക്കൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിട്ട് ജീവിച്ച പല ലാലിമുകളും ഭൂമുഖത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവർക്കൊക്കെയും മരണത്തോടെ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് അവസാനിച്ചു എന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മരണാനന്തരം അവര് രണ്ടു കൂട്ടരും ഏറ്റുവാങ്ങുന്നത് ഒരേ പരിണിതിയാണ് എന്ന്
വരികയാണെങ്കിൽ അള്ളാഹു വലിയ ലാലിമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അള്ളാഹു വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. മനുഷ്യന്റെ സ്വാഭാവികമായ തേട്ടം തന്നെ കാര്യങ്ങളിൽ അക്രമങ്ങൾ ചെയ്യുന്നവര് അതിനുള്ള അനന്തരഫലം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന പ്രതീക്ഷയാണ്. നന്മ ചെയ്യുന്നവർക്ക് അവരുടെ സുഹൃതങ്ങൾക്കുള്ള പ്രതിഫലം ഏറ്റുവാങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ കേമന്മാരായിട്ട് ഇപ്പോ നിഗളിച്ച് ജീവിക്കുന്ന വലിയ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ബാക്കിപത്രം ഏറ്റവും കേമമായിട്ടുള്ള ആളുകൾ. അതൊരിക്കലും തന്നെ അള്ളാഹുവിന്റെ നീതിമാൻ എന്ന ഗുണത്തിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമേ അല്ല. അപ്പൊ അള്ളാഹുവിടെ വ്യക്തതയോടുകൂടി പറയുന്നത് വഹും ലാ യുളലമൂൻ, അവരാരും അതിക്രമത്തിന് ഇരയാവുകയില്ല, അനീതിക്ക് ഇരയാവുകയില്ല, യാതൊരു വിധത്തിലുള്ള ദുൽമും അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പരാതിപ്പെടാനുണ്ടാവുകയില്ല. കൃത്യമായ നീതി പുലരുന്ന ഒരു സംവിധാനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വഹും ലാ യുളലമൂൻ, ആരും തന്നെ അക്രമത്തിനോ അനീതിക്കോ ഇരയാവുകയില്ല. ഒരാളും തന്നെ താൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയല്ലാതെ അതിൽ കൂടുതലായിട്ട് ഏറ്റുവാങ്ങേണ്ടി വരില്ല. ഒരാളും തന്നെ താൻ ചെയ്ത സുഹൃതങ്ങൾക്ക് യഥാർത്ഥത്തിൽ അർഹിക്കുന്ന പ്രതിഫലം കിട്ടാതെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, മുഴുവനായും തന്നില്ല എന്ന് പറയേണ്ടി വരില്ല. തികവാർന്ന നീതിയാണ് നടപ്പിലാക്കപ്പെടുക. കുറ്റകൃത്യങ്ങൾക്ക് ഒരിക്കലും തന്നെ ആ കുറ്റകൃത്യങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷയല്ലാതെ കൂടുതലായിട്ടൊന്നും ശിക്ഷ അടിച്ചേൽപ്പിക്കപ്പെടുകയില്ല. നമ്മുടെ നാട്ടില് അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നീതിന്യായ വ്യവസ്ഥ പോലും പലപ്പോഴും അർഹിക്കുന്നതിനേക്കാളേറെ ശിക്ഷ നൽകുന്നതും അർഹിക്കുന്ന പ്രതിഫലം നൽകാത്തതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തെളിവുമില്ലാതെയാണ് പൊതുജന മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കശ്മീരി യുവാവായ അഫ്സൽ ഗുരുവിനെ നമ്മുടെ രാജ്യത്ത് തൂക്കിലേറ്റുകയുണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അയാൾക്കെതിരെ ഇന്നും അരുന്ധതി റോയ് അയാൾ അകപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തില് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പുസ്തകരചന വരെ നടത്തിയിട്ടുണ്ട്. അവരതിൽ വെളിപ്പെടുത്തുന്നുണ്ട്, ചാർത്തിക്കൊടുത്ത കുറ്റമല്ലാത്ത യാതൊന്നും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇതുപോലെ പല സംഭവങ്ങളും അന്യായമായി തടവറകളിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ ആരോപിക്കപ്പെട്ട കുറ്റം ഒരിക്കലും ചെയ്തിട്ടില്ല എന്നത് ഉലകത്തിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തില് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലുണ്ടായിട്ട് പോലും വർഷങ്ങളായിട്ട് തടവറകളിൽ കഴിയേണ്ടി വരുന്ന നിരപരാധികൾ നമ്മുടെ നാട്ടിലുണ്ട്, പല നാടുകളിലും ഉണ്ട് ഇതുപോലെ. അപ്പൊ ഈ അവസ്ഥ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ഒടുങ്ങി തീരും എന്നാണ് ഇവർ സങ്കല്പിക്കുന്നത് എങ്കിൽ അത് വളരെ മൂഢമായ ധാരണയാണ്. ഇതിനൊക്കെ ഒരു നീതി പുലരുന്ന ഒരു നാൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും ഓരോരുത്തരും ഏറ്റുവാങ്ങേണ്ടി വന്ന അക്രമത്തിന് അവര് പരിഹാരം നൽകപ്പെടുന്ന, പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നാളായിരിക്കും അത്. അക്രമം ചെയ്ത ആളുകൾക്ക് അതിന് തത്തുല്യമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാളായിരിക്കും അത്. അങ്ങനെ അത് സംഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു മഹോന്നതനാവുന്നതും അള്ളാഹുവിന്റെ നീതിമാൻ എന്ന ആദിലാണ് എന്ന വിശേഷണം അള്ളാഹുവിന് ചേർന്നതായി മാറുന്നത്. ഇതാണ് പാരത്രിക ലോക വിശ്വാസത്തിന്റെ ഒരു അടിത്തറയായിട്ട് ഇസ്ലാം വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിക്കുന്ന കാര്യം. പാരത്രിക ജീവിതം എന്നത് ഒരു അനിവാര്യതയാണ്. ആ അനിവാര്യത നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ ബോധ്യപ്പെടും. നമ്മളെക്കാൾ അർഹരായ പലർക്കും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെക്കാൾ യോഗ്യരായ പലർക്കും നമുക്ക് കിട്ടിയ പല പദവികളും നേടാൻ കഴിയാതെ മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ആളുകൾക്ക് നീതി പുലരുന്ന, അവർക്ക് അർഹമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നാള് ഉണ്ട് എങ്കിൽ മാത്രമാണ്
ഈ ഭൗതിക ലോകത്തെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ അർത്ഥപൂർണമാവുന്നത്. ഇല്ലെങ്കിൽ അത് വളരെ അർത്ഥരഹിതമായ ഒരു സംഗതിയായിട്ട് മാറും. ഈ കാര്യമാണ് ഈ 2 ആയത്തുകളിലായിട്ട് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 21, 22 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.